ഹായ്, ഗൗതം വസുദേവൻ സംവിധാനം ചെയ്തിട്ടുള്ള ദ ഡൊമിനിക് ലേഡീസ് പേഴ്സ് എന്ന മമ്മൂട്ടിയുടെ പുതിയ ചിത്രത്തിൻ്റെ റിവ്യൂ പറയാനാണ് വന്നിട്ടുള്ളത്. വെരി ത്രില്ലിങ് ആൻഡ് കോമഡി മൂവിയാണ്, വെരി നൈസ് മൂവിയാണ്. തിയേറ്ററിൽ മസ്റ്റ് വാച്ചിങ് ആണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ റിവ്യൂയിലേക്ക് പോവാം. മമ്മൂട്ടി കമ്പനിയാണ് ഈ ചിത്രം പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഗോകുൽ സുരേഷ് ഇതിലൊരു മെയിൻ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. മമ്മൂട്ടിയുടെ അസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഇതിൽ. ഒരു ക്രൈം ത്രില്ലർ ആണെങ്കിൽ കൂടി നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് മൂവിയാണ്. വെരി നൈസ് മൂവിയാണ്. ത്രില്ലിങ് അതുപോലെ തന്നെ കോമഡിയും എൻ്റർടൈൻമെൻറ്റും ഒക്കെ മിക്സ് ആയിട്ടുള്ളൊരു അടിപൊളി മൂവിയാണ്. ഫസ്റ്റ് ഹാഫ് ഇത്തിരി ലാഗിങ് ആയി തോന്നുമെങ്കിലും സെക്കൻഡ് ഹാഫ് എത്തുമ്പോൾ നല്ലൊരു എന്താ പറയുക ക്യൂരിയോസിറ്റി ഡെവലപ്പ് ആവുന്ന ഒരു മൂവിയാണ് ഇത്. ക്ലൈമാക്സ് ഈസ് വെരി ഓസം. മമ്മൂട്ടിയെ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു എന്താ പറയുക ഒരു രീതിയിലുള്ള സെൽഫ് ട്രോളും കാര്യങ്ങളും ഒക്കെ ഉള്ളൊരു അടിപൊളി മൂവിയാണ്. അതുപോലെ തന്നെ ഗൗതം എന്താ പറയുക ഗോകുൽ സുരേഷ് ഇതിൽ ഒരു അടിപൊളി ക്യാരക്ടർ, അതായത് വളരെ എന്താ പറയുക ആ ക്യാരക്ടറിന് വേണ്ട ആ രീതിയിൽ തന്നെ എൻ്റെ ആ ഒരു ക്യാരക്ടർ പിടിച്ചുകൊണ്ടുള്ള ഒരു അടിപൊളി മൂവിയാണ്, അടിപൊളി പാർട്ടാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ 2 സോങ് സീക്വൻസൊക്കെ ഉണ്ട്, വെരി നൈസ് സോങ് സീക്വൻസസ്. എന്താ പറയുക ഗൂഗിളിനെ കാണിക്കുമ്പോഴുള്ള ആ ഒരു ടോണിങ്ങും അതുപോലെ തന്നെ മമ്മൂട്ടി ആ പാട്ട് സീനിൽ കാണിക്കുമ്പോൾ ആ ഒരു പാട്ടിൻ്റെ ചേഞ്ചസൊക്കെ വെരി നൈസായിരുന്നു. ഒരു അടിപൊളി എക്സ്പീരിയൻസ്, തിയേറ്റർ എക്സ്പീരിയൻസ് കൊടുക്കുന്നുണ്ടായിരുന്നു ആ സിനിമക്ക്, ആ മൂവിക്ക് ആ ഒരു സോങ്ങും ഡാൻസും. അതുപോലെ എന്താ പറയുക മസ്റ്റ് വാച്ചാണ്, വെരി ഗുഡ് തിയേറ്റർ എക്സ്പീരിയൻസ്. എന്താ പറയുക ഇതുവരെ നമ്മൾ മമ്മൂട്ടിയെ കണ്ടതിൽ നിന്ന് ഇത്തിരി വ്യത്യസ്തമായിട്ടുള്ളൊരു എന്നാൽ വളരെ ലൈറ്റായിട്ടുള്ളൊരു റോളാണ് മമ്മൂട്ടിയിൽ കൈകാര്യം ചെയ്തിട്ടുള്ളത്. മസ്റ്റ് വാച്ച്.